സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുക. ഒരു പുതിയ ആഴ്ച നമുക്ക് നൽകിയിരിക്കുക. 2024 തേർഡ് വീക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. സ്വതം മനോഹരമായ ഈ ആഴ്ചയുടെ ആരംഭ ദിനത്തിൽ തന്നെ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ദൈവം നൽകുന്ന ഓരോ ദിവസത്തിനും കർത്താവിന് നമുക്ക് നന്ദി പറയണം. നമുക്ക് ആരോഗ്യത്തോടെ ദിവസത്തിൽ സന്തോഷത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഒരു ദിനം കൂടി കിട്ടിയല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. അനേകർക്ക് സ്തോത്രം കഴിയാതെ പോകുന്ന അവസരങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത്. നമ്മൾ എന്നും ചിന്തിക്കണം. ചിലർക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എൻ്റെ സാഹചര്യം ഇതാണല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കും. പക്ഷെ ആ സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ആയുസ്സോടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിക്കാൻ ഒരു അവസരം ലഭിച്ചല്ലോ. അതിന് നന്ദി പറയണം. അപ്പോൾ ചിലപ്പം ബുദ്ധിമുട്ട്, കടങ്ങൾ കാണുമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കാണുമായിരിക്കാം, ചിലപ്പോൾ അല്ലലുകളും അലച്ചിലുകളും ചില രോഗങ്ങളും പീഡകളും ക്ഷീണങ്ങളും ഒക്കെ കാണാതിരിക്കാം, ചിലപ്പോൾ മാനസിക വിഷമങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകാമായിരിക്കാം, ജോലിയിൽ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യം. ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉയിരോടെ ഇരിക്കാൻ അവസരം നൽകിയല്ലോ. ആരോഗ്യത്തോടെ എഴുന്നേക്കാൻ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ ഒരു ജീവനോടെ ഒരു ദിവസം കൂടി ഇരിക്കാൻ പറ്റുമല്ലോ. രോഗമുണ്ട് എങ്കിലും ജീവനോടെ ഇരിക്കാൻ ഒരു ദിവസം കൂടെ അവസരം കിട്ടിയല്ലോ. അതിന് നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. സ്തോത്രം. എന്താണെങ്കിലും ഈ ഭൂമിയിലെ ജീവിതം അല്പകാലം മാത്രമേ. ഇവിടം പിരിഞ്ഞ് നമ്മൾ പോകണം. നമ്മൾ ചെല്ലേണ്ട ഭവനം ഒരിടമുണ്ട്. അത് നിത്യത എന്ന ദൈവമൊരുക്കിയ നമുക്കൊരുക്കിയ വാസസ്ഥലമാണ്. അവിടേക്ക് നാം ഇവിടം വിട്ടൊഴിഞ്ഞു പോകേണ്ടവരാണ്. അപ്പൊ ഇവിടെ ആയിരിക്കുന്ന ദൈനംദിന വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കിയിട്ട് അത് ലഘൂകരിച്ച് കാണരുത്. അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ ലഘൂകരിച്ച് കാണും. അപ്പൊ നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം. എത്ര കോടി രൂപയുടെ കടമുണ്ടെങ്കിലും ഒരു 90-100 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കടം നിങ്ങൾ ചുമക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ കടത്തെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇനി അഥവാ ഇച്ചിരി ഷുഗറോ വാതോ പ്രഷറോ കുഷമോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു 10-55 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ ഭൂമി വിട്ട് നിത്യതയ്ക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ജീവിതത്തിലെ പ്രശ്നങ്ങളല്ലാതെ ഇവിടം കൊണ്ട് തീരുന്നതും താൽക്കാലികവുമാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പ്രത്യേകമായ ആ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ നമ്മളെ കഴിയണം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഭാരങ്ങളെല്ലാം ലഘുവായ ഭാരങ്ങളായി മാറും. ഇല്ലെങ്കിൽ അത് നമുക്ക് വിഷയമല്ല. ഇവിടുത്തെ വിഷയം വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നും. പിശാചിന്റെ വിഷയം, ഭൂമിയിൽ നേരിടുന്ന വിഷയത്തെ ഭയങ്കര പെരുപ്പം കാണിച്ച് വലിയ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ഭാരമാക്കി കയറ്റുക എന്നുള്ളതും. അവിടുത്തെ വിഷയം നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ദൈവരാജ്യമോ വരുവോ, കർത്താവ് വരുവോ, പോവോ, അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. അതിനെപ്പറ്റി ആരും ഒരുങ്ങുന്നുമില്ല, അതിനെപ്പറ്റി ആരും തയ്യാറാകുന്നില്ല. അവിടുത്തെ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ പോലും ഇല്ല. ഞാൻ അവിടെ ചെല്ലുന്നതിന്റെ ഭവനവും എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതും ദൈവം എന്നെ ചേർക്കുമെന്നും വിളിക്കുമെന്നും ഞാൻ പോകണമെന്നും ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ 70-ാമത്തെ വയസ്സിലോ 80-ാമത്തെ വയസ്സിലോ ഒക്കെ സ്ഥലം മേടിക്കുന്നില്ലേ? നമ്മളിവിടെ പോകുന്നുണ്ടോ? മേടിക്കാൻ നിൽക്കുമോ? നമ്മൾ 65 വയസ്സ് കഴിഞ്ഞ് വീട് പണിയുകയാണ്. ആ പണിത് തീരുന്ന 2-3 വർഷം കൊണ്ട് പണിത് തീരുക. കൊട്ടാരം എത്ര നാൾ താമസിക്കാൻ? 5 വർഷമോ 10 വർഷമോ? അല്ലെങ്കിൽ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4000 ദിവസമോ അല്ലെങ്കിൽ 3000 ദിവസമോ താമസിക്കാനല്ലേ? എന്തിനു വേണ്ടി അല്ലേ? പക്ഷെ നമ്മൾ അവിടുത്തെ ഭവനത്തിനെ പറ്റിയോ അവിടുത്തെ നിക്ഷേപത്തെ പറ്റിയോ അവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ 60-ാമത്തെ വയസ്സിലോ 70-ാമത്തെ വയസ്സിലോ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ചിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുക, അത് സൂക്ഷിച്ചു വെക്കുകയും അത് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ് സോ നമ്മുടെ വിചാരം ഇവിടെ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നിടാനുണ്ട്. സോ അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് ചുറ്റും ഉണ്ടാകണമെന്ന് വെച്ചു. എത്ര കോടി രൂപ ബാങ്കിന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ. ഒരു നിമിഷം പറഞ്ഞു പോയി കഴിയുമ്പോൾ അത് വല്ലതും നമ്മളുമായി സ്വതന്ത്രം വലിയ ബന്ധമുണ്ട്. നമ്മൾ അറിയാത്ത അനുഭവിക്കാത്ത മറ്റു പലരുടെയും കരങ്ങളിലേക്ക് മാഞ്ഞു പോകാനിടയായി തീരും. അന്ന് ഈ ആയിരിക്കുന്ന സമയത്തൊക്കെയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ഈ ഭൂമിയിലെ ജീവിതം ദൈവം നൽകിയ പരിജ്ഞാനത്തിനൊത്തോളം മാന്യമായി ജീവിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും എന്നാൽ നിത്യതയെ പറ്റിയുള്ള പ്രത്യാശയോടെ ആത്മാക്കളെ നേടുകയും ദൈവരാജ്യത്തെ പറ്റി മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ദൈവസന്നിധിയിൽ നിക്ഷേപം വർദ്ധിക്കുന്ന ആത്മാക്കളെ നേടുന്ന ഡ്യൂട്ടിയൊക്കെ ചെയ്യുവാനും ഒക്കെ നമ്മൾ സന്നദ്ധമായാൽ നമുക്ക് പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കുകയും നമുക്ക് സ്വത്രം ഈ ഭൂജീവിതം ലഘുവും അവിടുത്തെ നമുക്ക് സ്വത്രം ആനന്ദദായകവുമായ ഒരു ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ മുൻപോട്ട് കഴിയും. അത് അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായമാണ്. അതിന്റെ 5-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പൊ നമുക്ക് അനുകരിക്കാൻ ഒരാളുണ്ട്. അതാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അനുകരിപ്പീൻ, അവനെ അനുകരിപ്പിക്കണം. ലോകത്തിൽ ആരെ അനുകരിക്കും? മക്കൾ അനുകരിക്കുന്ന അപ്പനെയാണ്. പെൺമക്കൾ അമ്മയെ അനുകരിക്കുന്നു. സ്വതന്ത്രം അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിലെ സെലിബ്രിറ്റികളായിട്ടുള്ളവരെ അനുകരിക്കുന്നു. അങ്ങനെ ലോകത്ത് പലരെയും ആരാധിക്കുന്നു. ചിലര് ആൾ ദൈവങ്ങളെ അനുകരിക്കുന്നു. അങ്ങനെ പലതിനെ അനുകരിക്കുന്നുണ്ട്. സ്വതന്ത്രം സ്പോർട്സ് സ്റ്റാറുകളെ അനുകരിക്കുന്നു, ഫിലിം സ്റ്റാറുകളെ അനുകരിക്കുന്നു. സ്വതന്ത്രം ലോകത്തിലുള്ള പലർക്കും അനുകരിക്കാൻ ഒരാളുണ്ട്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. എല്ലാ മനുഷ്യർക്കും എന്തിനേലും അനുകരിക്കാൻ താല്പര്യമുണ്ട്.
എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്തിനേലുമൊക്കെ അനുകരിക്കാൻ താല്പര്യമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ അനുകരിച്ച് പോകുന്നുണ്ട്. അവരുടെ ആ ഒരു രീതികളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ബൈബിൾ പറയുന്നത് സ്തോത്രം, ഒരു ദൈവ പൈതൽ അനുകരിക്കുന്നത് ആരാ? കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. അതെങ്ങനെയായിരിക്കണം? പ്രിയ മക്കൾ എന്ന പോലെ ആയിരിക്കണം. പ്രിയ മക്കൾ എങ്ങനെയാണ് ഒരു അപ്പനോട് ബഹുമാനം, അല്ലെങ്കിൽ അപ്പനോട് ഇടപെടുന്ന ആ വാത്സല്യം, സ്നേഹം, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? അപ്പനുമായിട്ടുള്ള സ്വാതന്ത്ര്യം. പ്രിയ മക്കൾ, അല്ലാതെ പിണങ്ങിയും പരിഭവിച്ചും കുറ്റം പറഞ്ഞു അകന്നൊക്കെ നിൽക്കുന്ന മക്കളെ പ്രിയ മക്കൾ. എന്തൊരു സ്വാതന്ത്ര്യം അപ്പൻ്റെ അടുത്ത് അല്ലേ? അവരപ്പനുമായിട്ട് കൊഞ്ചലും തമാശയും വർത്താനവും അല്ലേ, സ്വതന്ത്ര എല്ലാ കാര്യവും പങ്കുവയ്ക്കലും, എന്നും അപ്പനോടൊപ്പമുള്ള കൂട്ടായ്മയും സന്തോഷവും യാത്രകളും, എന്തെല്ലാം ആഘോഷമാണ് ഒരു പ്രിയ പൈതലിനെ അപ്പനോടുണ്ടാകുക. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പൊ പ്രിയരായ മക്കളെ പോലെ വേണം നമ്മൾ ദൈവത്തെ അനുകരിക്കാൻ. അപ്പൊ ദൈവത്തെ നമ്മൾ അനുകരിക്കാൻ നമ്മുടെ മാതൃകയായിരിക്കേണ്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം അനുകരിക്കേണ്ടത്. നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ മനസ്സിലോടിയിട്ടെന്ത് ആരാ? കർത്താവായ യേശു ക്രിസ്തു. അത് ഞാൻ എന്നും ഓർപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, പിതാവിനെ കണ്ടവൻ എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ കണ്ടവൻ എന്നെ കണ്ടു. അത് ക്രിസ്തുവിനെ, ആ ക്രിസ്തുവാണ് നമുക്ക് രക്ഷകൻ. അവൻ വേഷത്തിൽ മനുഷ്യനായി വന്നതല്ലേ. അവൻ ആ കർത്താവാണ് നമ്മുടെ ദൈവം. അപ്പൊ യേശു ക്രിസ്തുവിനെയാണ് നാം അനുകരിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടിയാണ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താഴ്ന്ന ലോകത്ത് വന്ന് മനുഷ്യൻ ജീവിച്ച പോലെ ജീവിച്ചിട്ട് ഒരു മനുഷ്യനായിരിക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ പോലെ ജീവിക്കാം എന്നത് കാണിച്ചു തന്ന ആളാണ്. എങ്ങനെ മനുഷ്യനായിരിക്കുമ്പോൾ ദൈവത്തെ പോലെ ജീവിക്കാം അല്ലേ? ഒരു മനുഷ്യൻ, നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരെങ്ങനെ ദൈവത്തെ പോലെ ആകുന്നതെന്നൊക്കെ പലരും ചിന്തിക്കും. ദൈവത്തെ പോലെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ചെയ്യും. അതിനുവേണ്ടി ആ വേഷത്തിൽ അവൻ മനുഷ്യവേഷം കെട്ടിയത്. എന്നിട്ട് മനുഷ്യവേഷം കെട്ടിട്ട് എങ്ങനെ മനുഷ്യന് ദൈവത്തെ പോലെ ജീവിക്കാം എന്നുള്ളത് കാണിച്ചു തന്നതാണ് ക്രിസ്തു. അപ്പൊ ഇനി നമ്മൾ ദൈവത്തെ പോലെ ജീവിക്കാൻ അങ്ങനെയൊക്കെ കഴിയുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു. ദൈവപുത്രനായി ഭൂമിയിൽ വന്ന വേഷത്തിൽ മനുഷ്യനായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്നും, എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണമെന്നും, എങ്ങനെ മനുഷ്യനെ കരുതണമെന്നും, എങ്ങനെ സംസാരിക്കണമെന്നും, എങ്ങനെ നടക്കണമെന്നും ഉള്ളതെല്ലാം വ്യക്തമായി കാട്ടിത്തന്നു. സ്തോത്രം. ഇനി അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല. ഇനി അനുകരിക്കാൻ വേറെ ആരും തെപ്പെട്ട കാര്യമില്ല. അനുകരിക്കാൻ യേശുവിനെ അനുകരിച്ചാൽ ദൈവത്തെ അനുകരിച്ചു. അത് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ മിമിക്രിക്കാരും മറ്റുള്ളവരും എല്ലാം ലോകത്തുള്ള പലരെ അനുകരിക്കുക. എന്നാൽ ഇന്ന് പകല് ദൈവമക്കളായിട്ടുള്ളവരെ അനുകരിക്കേണ്ട ഒരേ ഒരാൾ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ നിങ്ങൾ അനുകരിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയി. ഞാൻ രണ്ടാമത്തെ വാക്യം കൂടെ പറയാനെടുത്ത് ഞാൻ ഇതുകൊണ്ട് നിർത്തുക. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനെ അനുകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിക്ക് ഉടമയായി. കാരണം ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന സ്തോത്രം ദൈവശക്തി അത് ഈ പ്രവൃത്തിയിലൂടെ ആ ദൈവം ഇതിലെന്ന വ്യക്തിയിലേക്കും ആ ഒരു ശക്തിയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. കാരണം എഫേസ്യ ലേഖനത്തിൽ നമ്മളോട് പറയാ, നിങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിയില്ല. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ നടന്നാലല്ലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ദൈവത്തെ പോലെ നടക്കുകയും ദൈവത്തെ പോലെ സംസാരിക്കുകയും ദൈവത്തെ പോലെ പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ ശക്തി നമ്മളിലൂടെ പ്രദർശിപ്പിക്കുന്നത്. ചുമ്മാ വരയ്ക്കാത്ത തീർന്ന് ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന തീ ഉറങ്ങത്തില്ല, ശക്തിയും വരുത്തൊന്നുമില്ല. ശക്തി വരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നടന്ന പോലെ ഇടം. പാപികളുടെയും ചുങ്കക്കാരുടെയും ഇടയിലേക്ക് അവൻ പോയി. അവൻ തെരുവുകളിലേക്ക് പോയി. അവൻ ഭവനങ്ങളിലേക്ക് പോയി. രോഗികളുടെ അരികിലേക്ക് പോയി. കുഷ്ഠരോഗികളുടെ അരികിലേക്ക് പോയി. ബദ്ധന്മാരുടെ അരികിലേക്ക് പോയി. സ്വതന്ത്രം. അവൻ പട്ടിണിപ്പാവങ്ങളെ അവരുടെ അരികിലേക്ക് പോയി. അവൻ അത്ഭുതങ്ങൾ മരിച്ചവരുടെ അരികിലേക്ക് പോയി. അവൻ ഈ ഭൂമിയുടെ പുറത്ത് ഈ ഭൂപരപ്പിൽ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെയും ചെയ്യുവാൻ നമ്മൾ ദൈവത്തെ പോലെ ആകുമ്പോൾ നമ്മളെ കൊണ്ടും സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് ഉറപ്പ് നൽകിയിരിക്കും. അപ്പൊ ഇനിയിപ്പോൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല, എനിക്കത് സാധിക്കുമോ എന്നൊന്നും ചോദിക്കേണ്ടതല്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. അതുപോലെ തന്നെ പറയുകയാണ്, ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യവും അസാധ്യമാകത്തില്ല. സ്വതന്ത്രം. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് എന്നിൽ മഹത്വപ്പെടേണ്ടത് ചെയ്തു തരും. ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുക. അപ്പം ദൈവത്തെ പോലെ ആകുക. പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിച്ചാൽ സ്വതന്ത്രം ഞാനും നിങ്ങളും ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിത്വത്തിനും പേഴ്സണാലിറ്റിക്കും ഉടമയായിത്തരും. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ പരിഹരിച്ചില്ലേ? നിങ്ങൾ ദൈവത്തെ പോലെ ആകാൻ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നിങ്ങൾ രോഗിയാണോ? നിങ്ങൾക്ക് സൗഖ്യം വരും. നിങ്ങൾ ദരിദ്രനാണോ? നിങ്ങൾക്ക് സമ്പന്നമാകാം. നിങ്ങളുടെ ബന്ധനത്തിൽ കിടക്കുകയാണോ? ബന്ധനങ്ങളെ നിങ്ങൾക്ക് പൊട്ടിച്ചെറിയാം. നിങ്ങൾ ദൈവത്തെ പോലെ അനുകരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പിന്നെ ദാരിദ്ര്യത്തിനോ രോഗത്തിനോ ബന്ധനത്തിനോ ഒന്നും നിലനിൽപ്പില്ല. താൽക്കാലികമായി വരാം, നിലനിൽക്കുന്ന രീതിയിൽ അതിനെ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തെ പോലെ ആയല്ലോ. സ്വന്തം. അപ്പൊ ദൈവിക വാക്കുകളാണല്ലോ നിങ്ങൾ ഇത് വരുന്നത്. ദൈവിക പെരുമാറ്റങ്ങളെ ശബ്ദം, നടപ്പ്, നോട്ടം എല്ലാം ദൈവത്തെ പോലെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളപ്പം പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുവാനോ അല്ലെ പരീക്ഷിക്കുവാനോ ഇടയുണ്ടോ? യേശുവിനെ പിശാച് പരീക്ഷിച്ചു. 40 ദിവസം കഴിഞ്ഞു സ്തോത്രം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവൻ പിശാച് കൂടെ നടന്ന കർത്താവിനെ പരീക്ഷിച്ചു. പല ചോദ്യങ്ങളും ചോദിച്ചതിന് വഴങ്ങുമോ നോക്കി നടന്നില്ല. അവൻ വചനം കൊണ്ട് അതിനെ നേരിട്ടു. പിശാച് അവനെ വിട്ടുപോകുവാനിടയായി തീർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും പരിശോധനകളും ഒക്കെ വരുമെങ്കിലും നിങ്ങൾ ദൈവത്തെ പോലെ നടന്നു തുടങ്ങുമ്പോൾ, ദൈവം പറഞ്ഞു തുടങ്ങുമ്പോൾ പിശാചിന്റെ പരീക്ഷണം നിങ്ങൾ വിജയിക്കൂ? ഇല്ല.
സംശയമൊന്നും വേണ്ട. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് വ്യക്തമായി പറയണം, കർത്താവിനെ പിശാച് പരീക്ഷിക്കാൻ വന്നു, പിശാച് ചോദിച്ചു, വണങ്ങാൻ പറഞ്ഞു, വണങ്ങിയില്ല, അപ്പം ആക്കാൻ പറഞ്ഞു, നീ ഭക്ഷിക്കാലോ എന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, സ്വതം ചാടാൻ പറഞ്ഞു, ചാടുന്നില്ലെന്ന് പറഞ്ഞു. അതിനെല്ലാം വചനം പറഞ്ഞ് കർത്താവ് അതിനെ നേരിട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ദൈവത്തെ പോലെ നടന്നാൽ ദൈവവചനം പറയും, എന്റെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഞാൻ വണങ്ങുകയില്ല എന്ന് നിനക്ക് പറയാൻ കഴിയും. സ്തോത്രം. ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറയുവാൻ നിനക്ക് കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ വചനം കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നുവെന്ന് നിനക്ക് പറയുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ശത്രുവിനെ ജയിക്കാം. ദൈവത്തിന്റെ വാക്കുകൾ നിന്നിൽ വന്നു, ദൈവ പ്രവർത്തികൾ നിന്നിൽ വന്നു, ദൈവിക ശൈലി നിന്നിൽ വന്നു, ദൈവിക നടത്തിപ്പ് വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ഉടമയായി, അതെ, ദൈവത്തെ പോലെ ഈ ഭൂമിയിലാകും. അതെ, മനുഷ്യ ദൈവം എന്ന് നിങ്ങളെ പറയാൻ ഇടയാകും. എന്നെ കാണുന്ന പ്രിയമുള്ളവർ, നമ്മളെല്ലാവരും മനുഷ്യ ദൈവങ്ങളായി മാറും. സ്വന്തം നമ്മൾ മനുഷ്യ ദൈവങ്ങളാണ് എന്ന് പറയും. മറ്റുള്ളവർ ആരാധിക്കുന്ന മനുഷ്യ ദൈവം വേണ്ട കേട്ടോ. ആ ദൈവത്തെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ തగ్గടിപ്പിച്ചേക്കരുത്. സ്വത്രം ഒന്നും ചെയ്തേക്കരുത്. സ്വത്രം. നമ്മൾ ദൈവത്തെ പോലെയാകുക. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു ദൈവ പൈതൽ, യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതൽ ദൈവത്തെ പോലെയാകാതെ, തിരുവചനം പറയുന്നു അങ്ങനെ തന്നെ, നിങ്ങൾ ദൈവത്തെ പോലെ ആകാനാ പറയുന്നത്. ഞാൻ അടിയനാണ്, പൊടിയനാണ്, അടിമയാണ്, സ്തോത്രം, എനിക്ക് ഏഴയായി കഴിയാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ളവരെ ആരും ഞാൻ ശല്യം ചെയ്യുന്നില്ല. ആരെങ്കിലും ഇത് കേട്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചു, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തെ പോലെ അനുകരിക്കാൻ, ക്രിസ്തുവിനെ അനുകരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും. നിങ്ങൾ ദൈവത്തെ പോലെ ജീവിക്കും. എന്ന് പറഞ്ഞാൽ രാജകീയ പുരോഹിത വർഗനായി നിങ്ങൾ ജീവിക്കും. ഒരു വിശുദ്ധ വംശമായി നിങ്ങൾ ജീവിക്കും. നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നിങ്ങളുടെ ആശകൾ ദൈവം നിറവേറ്റും. നിങ്ങളൊരു അത്ഭുത പ്രതിഭാസമായി, നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളൊരു അനുഗ്രഹമാവും. അനേകർക്ക് നിങ്ങളൊരു ആശ്രയ കേന്ദ്രമാവും. അനേകർ ആശ്വാസത്തിനായി നിങ്ങളുടെ അരികിൽ വരും. അനേകർ വിടുതലിന്റെ കാരണക്കാരനായി നിങ്ങളെ ദൈവം ഉപയോഗിക്കാനും ഇടയായി തീരും. ദൈവത്തിന് മഹത്വം. അപ്പോ ഇന്ന് ഞാൻ ഒരൊറ്റ വാക്യത്തിൽ അങ്ങനെ നിർത്തുക കേട്ടോ. ഞാൻ അടുത്ത ദിവസം മറ്റേത് പറയാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പൊ ഇന്ന് തൊട്ട് നമുക്കൊന്ന് അനുകരിക്കാം. അനുകരിക്കണേ വേറെ എന്നെ ചെയ്യണമെന്നറിയാമോ? സ്വതന്ത്രം. അനുകരിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ പോലെ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി ഇരുന്നാൽ പോരാ. വചനം വായിക്കണം. വചനം വായിച്ചിട്ട് കർത്താവ് എങ്ങനെയാണ് ഈ അനുകരിക്കാൻ പോകുന്നവരെല്ലാം കൂടെ പോയി ഉൽപ്പത്തിയിലും പുറപ്പാടിലും ഒക്കെ പോയി തപ്പിയിട്ട് ശിംശോനെ നോക്കി അനുകരിക്കാനും ദാവീദിന്റെ കഥ പഠിച്ചുകൊണ്ടിരിക്കുകയും ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ദാവീദിന്റെ ബലഹീനതയെല്ലാം നിന്നിലുണ്ടാവും. ശിംശോന്റെ ബലഹീനതയെല്ലാം നിന്നിലുണ്ടാവും. നീ ബലഹീനത ഇല്ലാത്തവനെ നീ നോക്ക്, യേശുവിനെ നോക്കി. അതുകൊണ്ട് പുതിയ നിയമ പുസ്തകം എടുത്ത് വായിക്കണം. ഈ പഴയ നിയമ പുസ്തകത്തിന്റെ ആധികാരിക പ്രഭാഷകർക്ക് ചിലപ്പോൾ വേദന തോന്നിയാൽ ക്ഷമിക്കണം. പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ഒന്ന് തന്നെയാണ്. ബൈബിൾ ഒന്ന് തന്നെയാണ്. യേശു അതിനകത്തുണ്ട്. യേശുവിനെ കാണാൻ പറ്റാത്തതാണ് പ്രശ്നം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പഴയ നിയമത്തിൽ കർത്താവായ യേശുവിനെ കാണാൻ പറ്റാത്തതാണ് പലരുടെയും പ്രശ്നം ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നില്ല. അത് എന്റെ വിഷയവുമല്ല, അതിനകത്തൊരു വിവാദത്തിനുമില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ യേശുവിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ ചെയ്യണം? പുതിയ നിയമ പുസ്തകം വായിക്കണം, സുവിശേഷങ്ങൾ വായിക്കണം, ലേഖനങ്ങൾ വായിക്കണം. ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. ക്രിസ്തുവിന്റെ സ്വഭാവവും വൈശിഷ്ട്യതകളും ഇടപെടലുകളും സംസാരവും പ്രവൃത്തികളും എല്ലാം കാണണം. അത് നിങ്ങളുടെ പാഷനാക്കി മാറണം. അത് നിങ്ങളിലേക്ക് തന്നെ വരണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ, ആരാധിക്കുന്ന ആളുടെ സ്വഭാവവും അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ, അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് വരും. അല്ലെ, ഈ ചിലര് നമ്മുടെ മലയാളത്തിലൊക്കെ ചില നടന്മാരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ നടക്കുന്ന പോലും ഇങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ അവർ അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഹിന്ദിയിലെ ചിലര് സിനിമാക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ടവർ അവരുടെ ഒരു ശൈലിയിൽ മുടി വെട്ടി അവരുടെ ഒരു രീതിയിൽ നടക്കുന്നു. കാരണം അവരുടെ പാഷനായി മാറി. അവർ അദ്ദേഹത്തിൽ ലയിച്ചു എന്ന് വേണം പറയാം. വേഷം പ്രച്ഛന്നമായി എന്ന് വേണം പറയാം. അതുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പേരെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അവരെ കാണും, അവരെ പോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ. വളരെ ലളിതമാണ്. കർത്താവിനെ അനുകരിക്കുക, കർത്താവിനെ ആരാധിക്കുക, കർത്താവിന്റെ സ്വഭാവം പകർത്തുക, കർത്താവ് സംസാരിച്ചോലെ സംസാരിക്കുക, കർത്താവിന്റെ സ്നേഹം നിങ്ങളിൽ നിന്ന് ഒഴുകുക. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ യേശുവിനെ പോലെയായി പോകും. മറ്റുള്ളവർ അറിയോ ഞാൻ ദൈവദൂതനെ കണ്ടു എന്ന് പറയും. ചിലയിടത്തൊക്കെ ചില ദേവദാസന്മാർ അല്ലെങ്കിൽ ദൈവമക്കളെ അഭിഷേകത്തിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ അവർ പോന്നു കഴിയുമ്പോൾ അവർ പറയും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ ദൈവദൂതൻ വന്നതുപോലെ തോന്നി, ദൈവത്തെ പോലെ എനിക്ക് തോന്നി, ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെ കരുതുന്നു, ദൈവത്തെ പോലെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും. അതൊന്നും തെറ്റൊന്നുമല്ല. കാരണം എന്താണെന്നറിയോ? ഇദ്ദേഹം ദൈവത്തെ അനുകരിച്ചു. അപ്പൊ ദൈവത്തെ പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യുക, ദൈവത്തെ പോലെ. അപ്പൊ അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന ദൈവം ഇതാണ്. അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന ദൈവിക രൂപം, ഭാവം ഇതാണ്. സ്വന്തം. അതിനെ നമുക്ക് തെറ്റ് പറയാൻ കഴിയത്തില്ല. എന്നും പറഞ്ഞ് അതിനെ ആരാധിക്കരുത്. ആ വ്യക്തിയെ ആരാധിക്കരുത്. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ, അതിന് മഹത്വം കൊടുക്കണം. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ആ വ്യക്തിയിലൂടെ സംസാരിച്ച ദൈവശക്തിയെ മഹത്വം. അതിനാണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തോട് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് നിങ്ങളെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ ആ വിഷയത്തിൽ നിന്ന് വളരെ വേഗത്തിൽ തിരിച്ചു പോരുകയാണ്. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അനുകരിച്ചാൽ അനുകരിക്കുന്നവന്റെ ഛായയും ഭാവവും രൂപവും എല്ലാം നിങ്ങളിൽ ഉണ്ടാവും. നിങ്ങളിലൂടെ അവനെ പോലെ തന്നെ നിങ്ങളെ ഈ ഭൂമിയിൽ ഉപയോഗിക്കാനും ഇടയായിത്തീരും. കർത്താവിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ ഭാരത്തോടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാരം മാറാൻ ചെയ്യേണ്ട കാര്യം ദൈവത്തെ അനുകരിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുകരിക്കാൻ നോക്കുക. ദൈവം സംസാരിച്ചല്ലോ സംസാരിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ഭാഷ അത് ചെന്ന് കയറുന്ന തെറ്റിദ്ധരിക്കപ്പെടുക നാട്ടുകാർ മുഴുവൻ.
വീട്ടിലും തെറ്റിദ്ധരിക്കപ്പെടും, ചേട്ടനും തെറ്റിദ്ധരിക്കും, പിള്ളേരും തെറ്റിദ്ധരിക്കും. അങ്ങനെയൊക്കെ ആരെങ്കിലും കാണുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയാം, ഒരു തെറ്റിദ്ധാരണ ആരും തെറ്റിദ്ധരിക്കില്ല. നീ ദൈവം യേശു സംസാരിക്കുന്നുണ്ട്, സംസാരിച്ചു തുടങ്ങും. അത് പുസ്തകം വായിക്കണം. അപ്പൊ കർത്താവ് എങ്ങനെയായിരുന്നു ആ സാഹചര്യത്തിൽ ബിഹേവ് ചെയ്തത്, എങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ആ രീതി അങ്ങ് പറഞ്ഞ് വായിക്കാൻ തുടങ്ങും തോറും നിങ്ങൾ യേശുവിനെ ഇഷ്ടത്തോടും തോറും യേശു സംസാരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടും, കുടുംബത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടും, നിങ്ങളൊരു അനുഗ്രഹമായി മാറും കേട്ടോ. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. സോ നമുക്ക് പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവെ, ഞങ്ങൾ ദിവസങ്ങളിലേക്ക് അടുത്ത് വരികയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളെയും എല്ലാം കർത്താവെ മാറ്റി അങ്ങേ പോലെ ആക്കി തീർക്കണമേ. കർത്താവെ, സ്തോത്രം, യേശുവെ പോലെ ആകുവാനെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ തന്നെ കർത്താവെ, സ്തോത്രം, ഞങ്ങളെ യേശുവെ പോലെ ആക്കണമേ. അങ്ങയുടെ സ്വഭാവം, അങ്ങയുടെ രൂപം, അങ്ങയുടെ ഭാവം, അങ്ങയുടെ സ്നേഹം, കർത്താവെ, അങ്ങയുടെ വീര്യപ്രവർത്തികൾ എല്ലാം ഞങ്ങളിൽ അതേപോലെ പകരുവാൻ, അങ്ങയിലേക്ക് ക്രിസ്തു എന്ന കർത്താവെ തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. അതിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ സഹായിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കും. അവർ പോകുന്ന വഴികൾ അനുഗ്രഹമാകട്ടെ. അവർ ഇറങ്ങി ചെല്ലുന്നിടത്ത് അവർ ഇന്ന് കാര്യങ്ങൾ നടപ്പാകട്ടെ. അവർ ഇടപെടുന്ന വാക്കുകളിൽ അവർക്ക് ജയമുണ്ടാകട്ടെ. കർത്താവ് അവരുടെ കൊടുക്കൽ വാങ്ങലുകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവർക്ക് അനുഗ്രഹമായി തരട്ടെ. ഇന്ന് പുതുവഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവർ പരാജയങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഇന്ന് അവർക്ക് കർത്താവിൻ നന്മയുടെ കലവറകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പഠന മേഖലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അഭിവൃദ്ധി കൊടുക്കട്ടെ. ബുദ്ധിയും ജ്ഞാനവും കിട്ടിക്കട്ടെ. ജോലിയുടെ മേഖലകളിൽ അഭിവൃദ്ധിയും വിശാലതയും കൊടുക്കട്ടെ. ഉള്ളങ്കരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും നൽകി പ്രാർത്ഥിക്കുക. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കണേ നാഥ, നിറയ്ക്കായി എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ജീവിപ്പാൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ പോലെ നിറഞ്ഞിപ്പാൻ, ക്രിസ്തുവിൽ നിറഞ്ഞിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ പ്രഭാതമനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം, സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ ആനന്ദിക്കാം. കർത്താവിന് മഹത്വം. ഇന്ന് വൈകിട്ട് ഞാൻ മുംബൈയിലേക്ക് പോകും. മുംബൈയിൽ നമുക്കൊരാഴ്ച മീറ്റിങ്ങുകളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കാണാം. പ്രയർ ടൈം ഉണ്ടാവും. അതുപോലെ തന്നെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ സന്തോഷിക്കാം. ഗോഡ് ബ്ലെസ് യു വൺസ് അഗൈൻ. ലവ് യു ഡിയർ.